ഹായ് എവരി വൺ, വെൽക്കം ടു സ്പീക്ക് ഹിന്ദി യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് റിലേഷൻ, അതായത് ബന്ധങ്ങൾ, ഇതിൻ്റെ ഹിന്ദി നെയിംസ് ആണ് നമ്മൾ നോക്കുന്നത്. സോ ഹിന്ദി പഠിക്കണം എന്ന ആഗ്രഹമുള്ള എല്ലാവർക്കും തന്നെ ബന്ധങ്ങളെക്കുറിച്ച് എങ്ങനെ ഹിന്ദിയിൽ പറയണം അറിയാനുള്ള ആകാംക്ഷ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് നമ്മൾക്കിന്ന് വീഡിയോയിൽ അമ്മ, അച്ഛൻ എന്നിങ്ങനെ തുടങ്ങിയ എല്ലാ റിലേഷൻസിനെ പറ്റിയും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഈ വീഡിയോ എൻ്റെ വരെ നിങ്ങൾക്ക് കണ്ടുപിടിക്കുക കേട്ടോ. ഓരോന്നും എന്താ പറയേണ്ട ഹിന്ദിയിൽ എന്നുള്ളതൊക്കെ നോക്കി പഠിക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് വേർഡ് നമ്മൾ നോക്കുന്നത് അമ്മ. അമ്മയെ ഹിന്ദിയിൽ എങ്ങനെ പറയാമെന്ന് നോക്കാം. മാ അല്ലെങ്കിൽ മാത എന്ന് നമുക്ക് പറയാം. നമ്മളിനി മര്യാദയോടെ പറയുകയാണെങ്കിൽ മാതാജി എന്നും പറയാം. നെക്സ്റ്റ് വേർഡ് ഫാദർ, അതായത് പിതാവ്, അച്ഛനെ അല്ലേ. അവർക്ക് നമ്മൾ ഹിന്ദിയിൽ പറയുന്നത് ബാപ്പ് അല്ലെങ്കിൽ പിതാ എന്ന് പറയാം. ഒരു മര്യാദയോടെ പറയുകയാണെങ്കിൽ പിതാജി എന്നും പറയും. അമ്മയെ മാതാജി എന്നും അച്ഛനെ പിതാജി എന്നും പറയാം. നെക്സ്റ്റ് ഹസ്ബൻഡ്, ഭർത്താവ്. ഇവരെ ഹിന്ദിയിൽ പറയുന്നത് പതി, പതി. ഇനി വൈഫിനെ പറയുകയാണെങ്കിൽ, അതായത് ഭാര്യയെ പറയുകയാണെങ്കിൽ പത്നി, പത്നി അല്ലെങ്കിൽ ബീവി എന്ന് പറയാം. അപ്പോൾ ഹസ്ബൻഡിന് പതി എന്നും വൈഫിന് പത്നി എന്നും പറയാം. ഇനി നെക്സ്റ്റ് സൺ, മകൻ. ഇത് ഹിന്ദിയിൽ പറയുന്നത് ബേട്ട അല്ലെങ്കിൽ പുത്ര. ഇനി നെക്സ്റ്റ് ഡോട്ടർ, മകൾ. ബേട്ടി എന്നും പറയാം, പുത്രി എന്നും പറയാം. ഇവിടെ മകന് ബേട്ട, മകൾക്ക് ബേട്ടി. നെക്സ്റ്റ് ബ്രദർ. ഇവിടെ സഹോദരൻ അല്ലെങ്കിൽ ചേട്ടൻ. ചേട്ടന് ഉദ്ദേശിക്കുമ്പോൾ ഇവിടെ രണ്ട് രീതിയിൽ ഇവിടെ പറയാൻ പറ്റും. ഭായി എന്നും ഭയ്യ എന്നും. ഭായി എന്ന് പറയുമ്പോൾ മറ്റുള്ളവരോട് നമ്മൾ എൻ്റെ ബഡാ ഭായി എന്നൊക്കെ പറയും, അതായത് വലിയ ചേട്ടൻ. ഇനി ഭയ്യ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഏട്ടനെ വിളിക്കുമ്പോൾ പറയുന്നതാണ് ഭയ്യ. നെക്സ്റ്റ് ബ്രദർ, അനിയൻ. അനിയൻ ഇവിടെ പറയുന്നത് ഭായ്. ഇനി നമ്മൾ വിളിക്കുകയാണെങ്കിൽ ഛോട്ടാ ഭായി എന്ന് പറയണം. മൂത്ത ചേട്ടനാണെങ്കിൽ ബഡാ ഭായി, ചെറിയ അനിയനാണെങ്കിൽ ഛോട്ടാ ഭായി. ഇനി അടുത്തത് നോക്കാം, സിസ്റ്റർ. അതായത് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് സഹോദരി അല്ലേ. ഇവിടെ ജ്യേഷ്ഠത്തിയുടെ രൂപത്തിലാണെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ ബഹൻ, മേരി ബഹൻ അല്ലെങ്കിൽ ദീദി. നമ്മൾ വിളിക്കുമ്പോൾ ഇപ്പോൾ ജ്യേഷ്ഠത്തി ഉണ്ടെങ്കിൽ അവരെ നമ്മൾ വിളിക്കുമ്പോൾ ദീദി എന്ന് വിളിക്കണം. ഇനി നെക്സ്റ്റ് സിസ്റ്റർ, അനിയത്തി. അനിയത്തിക്ക് ഇവിടെ പറയുന്നത് ബഹൻ. ഇവിടെ ചോട്ടി ബഹൻ എന്ന് നമ്മൾ മറ്റുള്ളവരോട് പറയുമ്പോൾ മേരി ചോട്ടി ബഹൻ. നമ്മൾ എൻ്റെ അനിയത്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അങ്ങനെയാണ് പറയുക. ഇനി വലിയ ജ്യേഷ്ഠത്തിയെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ മേരി ബഡി ബഹൻ എന്നാണ് അവിടെ പറയേണ്ടത്. വിളിക്കുമ്പോൾ ദീദി എന്നാണ് ജ്യേഷ്ഠത്തിയെ വിളിക്കേണ്ടത്. ഇനി കോമൺ ആയി നമ്മൾ പറയുകയാണെങ്കിൽ സഹോദരിമാർക്ക് ബഹൻ എന്നാണ് പറയേണ്ടത്. ഇനി നെക്സ്റ്റ് ഗ്രാൻഡ് പാ. നമ്മൾ പൊതുവെ അച്ഛൻ്റെ അച്ഛനെയും അമ്മയുടെ അച്ഛനെയും മുത്തശ്ശ തന്നെയാണ് നമ്മൾ പറയാറുള്ളത്. പക്ഷേ ഇവിടെ ഹിന്ദിയിൽ വ്യത്യാസമുണ്ട്. ഇവിടെ അച്ഛൻ്റെ അച്ഛന് നമ്മൾ ദാദാ എന്നും പറയും. അതുപോലെ തന്നെ ഗ്രാൻഡ്മ, അച്ഛൻ്റെ അമ്മയ്ക്ക് ദാദി എന്നാണ് വിളിക്കുക. അപ്പോൾ ഇവിടെ അച്ഛൻ്റെ അച്ഛന് ദാദാന്നും അച്ഛൻ്റെ അമ്മയ്ക്ക് ദാദി എന്നാണ് വിളിക്കുക. ഇവിടെ നോക്കൂ, ഗ്രാൻഡ് പാ. അമ്മയുടെ അച്ഛന് നമ്മൾ നാന എന്നാണ് പറയേണ്ടത്. അമ്മയുടെ അമ്മക്ക് നാനി എന്ന് ആണ് വിളിക്കേണ്ടത്. അപ്പോൾ ഹിന്ദിയിൽ പറയുമ്പോൾ നാന, നാനി. ഇനി നെക്സ്റ്റ് അങ്കിൾ, അച്ഛൻ്റെ ജ്യേഷ്ഠൻ. ഹിന്ദിയിൽ നമ്മൾ വിളിക്കുമ്പോൾ താവു എന്നാണ് വിളിക്കേണ്ടത്, താവു. ഇനി നെക്സ്റ്റ് ആൻറ്റി, പിതൃ സഹോദര ഭാര്യ, അതായത് അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യ, തായി, തായി. അങ്കിളിനെ താവു എന്നും ആൻറ്റിക്ക് തായി എന്നാണ് വിളിക്കേണ്ടത്. നെക്സ്റ്റ് അങ്കിൾ. ഇവിടെ അച്ഛൻ്റെ അനിയനാണ്. അനിയനും നമ്മൾ എന്താ വിളിക്കുക? ചാച്ച,
ചാച്ച. ഇനി ആൻറ്റി. ഈ അച്ഛൻ്റെ അനിയൻ്റെ ഭാര്യയ്ക്ക് പറയുന്നതാണ് ചാച്ചി. ചാച്ചി. അങ്കിളിന് ചാച്ച, ആൻറ്റിക്ക് ചാച്ചി. ഇപ്പം നമ്മൾ അച്ഛൻ്റെ ജ്യേഷ്ഠനെയും അനിയനെയും എന്താ വിളിക്കുക എന്നുള്ളത് പഠിച്ചു കഴിഞ്ഞു. ഇനി അവരുടെ മക്കളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വല്യച്ഛൻ അല്ലെങ്കിൽ ചെറിയച്ഛൻ, ഇവരുടെ മകന് എന്താണ് പറയുന്നത്? ചചേര ബായ്. ചചേര ബായ്. നെക്സ്റ്റ് വല്യച്ഛൻ്റെയും ചെറിയച്ഛൻ്റെയും മകളെ നമ്മൾ ചച്ചേരി ബഹൻ. ചച്ചേരി ബഹൻ എന്നാണ് പറയേണ്ടത്. ഇനി നെക്സ്റ്റ് അച്ഛൻ്റെ സഹോദരി, അവർക്ക് നമ്മൾ ഹിന്ദിയിൽ പറയുന്നത് പൂഫി അല്ലെങ്കിൽ ബുവ. പൂഫി അല്ലെങ്കിൽ ബുവ. അച്ഛൻ്റെ സഹോദരിയുടെ ഭർത്താവിനെ പറയുന്നത് പൂഫ. അപ്പോൾ അമ്മായിയാണ് വരിക അല്ലേ? അമ്മായിയുടെ ഭർത്താവിന് പൂഫ എന്നാണ് പറയേണ്ടത്. അങ്കിളിന് പൂഫ, ആൻറ്റിക്ക് പൂഫി അല്ലെങ്കിൽ ബുവ. ഇനി അച്ഛൻ്റെ സഹോദരിയുടെ മകൻക്ക് പറയുന്നതാണ് ഫുഫേര ബായ്. അവരുടെ മകൾക്ക് പറയുന്നതാണ് ഫുഫേരി ബഹൻ. ഫുഫേര ബായ്, ഫുഫേരി ബഹൻ. ഇനി നെക്സ്റ്റ് അമ്മയുടെ സഹോദരനെ വിളിക്കുന്നതാണ് മാമ. മാമ. ഇനി അവരുടെ ഭാര്യയ്ക്ക് പറയുന്നതാണ് മാമി. മാമി. അങ്കിൾസ് സൺ, അതായത് അമ്മയുടെ ബ്രദറാണ്, അവരുടെ മകനെയാണ് നമ്മളിനി എന്താ വിളിക്കേണ്ടത് നോക്കാം. മമേര ഭായ്. മമേര ഭായ്. ഇനി അവരുടെ മകൾക്ക് പറയുന്നതാണ് മമേരി ബഹൻ. മമേരി ബഹൻ. മമേര ഭായ്, മമേരി ബഹൻ. ഇനി നെക്സ്റ്റ് അമ്മയുടെ സഹോദരിമാരായ ജ്യേഷ്ഠത്തി, അനിയത്തി, ഇവരെ വിളിക്കുന്നത് മൗസി. മൗസി. ഇനി ഇവരുടെ ഹസ്ബൻഡിനെ എന്താണ് വിളിക്കുക എന്നുള്ളത് നോക്കാം. മൗസ. മൗസ. മൗസി, മൗസ. ഇനി അമ്മയുടെ സഹോദരിമാരുടെ മകന് എന്താ പറയുക? മൗസേര ബായ്. മൗസേര ബായ്. ഇനി മകൾക്ക് പറയുന്നത് മൗസേരി ബഹൻ. മൗസേരി ബഹൻ. മൗസേര ഭായ്, മൗസേരി ബഹൻ. ഇനി ഭർത്താവിൻ്റെ ജ്യേഷ്ഠനെ പറയുന്നത് ജേട്ട്. ജേട്ട്. ഇനി അവരുടെ ഭാര്യയ്ക്ക് ജഠാനി. ജഠാനി. ഭർത്താവിൻ്റെ ജ്യേഷ്ഠനെ പറയുന്നത് ജേട്ട്, അവരുടെ ഭാര്യയ്ക്ക് ജഠാനി. ഇനി ഭർത്താവിൻ്റെ അനിയന് പറയുന്നത് ദേവർ. ദേവർ. ഇനി അവരുടെ ഭാര്യയ്ക്ക് പറയുന്നതാണ് ദേവ്രാനി. ഭർത്താവിൻ്റെ അനിയന് ദേവർ, അവരുടെ ഭാര്യയ്ക്ക് ദേവറാനി. ഇനി അടുത്തത് ഭർത്താവിൻ്റെ സഹോദരിക്ക് പറയുന്നതാണ് നനന്ദ്. നനന്ദ്. ഇനി അവരുടെ ഭർത്താവിന് പറയുന്നത് നനന്തോയി. ഇനി നെക്സ്റ്റ് ഭാര്യയുടെ ജ്യേഷ്ഠന് അല്ലെങ്കിൽ അനിയന് നമ്മൾ പറയുന്നതാണ് സാല. സാല. ഇനി ഭാര്യയുടെ ജ്യേഷ്ഠത്തിക്കോ അല്ലെങ്കിൽ അനിയത്തിക്കോ നമ്മൾ വിളിക്കുന്നതാണ് സാലി. സാലി. ഇനി സൺസ് വൈഫ്, മരുമകൾ, ഹിന്ദിയിൽ പറയുന്നത് ബഹു. ഇനി അവരുടെ തന്നെ മകളുടെ ഭർത്താവിന് പറയുന്നത്, മരുമകന് പറയുന്നത് ദാമാദ്. ദാമാദ്. പാർട്ട്നേഴ്സ് ഫാദർ, അതായത് അമ്മായച്ചൻ. ഭാര്യയുടെയും ഭർത്താവിൻ്റെയും അച്ഛനെയാണ് സസൂർ എന്ന് പറയുന്നത്, ഹിന്ദിയിൽ സസൂർ. നെക്സ്റ്റ് പാർട്ട്നേഴ്സ് മദർ, അമ്മായിമ്മ, അത് രണ്ടുപേരുടെയും അമ്മമാരെ നമ്മൾ പറയുന്നത് സാസ്. സാസ്. ഇനി നെക്സ്റ്റ് നോക്കുന്നത് ഗ്രാൻഡ് സൺ, മകൻ്റെ മകൻ. മകൻ്റെ മകന് നമ്മൾ പറയുന്നത് ഹിന്ദിയിൽ പോത്ത. ഇനി നെക്സ്റ്റ് ഗ്രാൻഡ് ഡോട്ടർ, മകനുടെ മകൾക്ക് പറയുന്നതാണ് പോത്തി. പോത്തി.
ഇനി ഗ്രാൻഡ് സൺ, അതായത് മകളുടെ മകൻക്ക് പറയുന്നതാണ് നാത്തി. നാത്തി. ഇനി ഗ്രാൻഡ് ഡോട്ടറിന്, മകളുടെ മകൾ, ഇതിന് പറയുന്നത് നാഥിൻ. നാഥിൻ. ഇനി നെക്സ്റ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് പ, അതായത് മുത്തച്ഛൻ്റെ അച്ഛനെ പറയുന്നതാണ് അച്ഛൻ്റെ വഴിയിലുള്ളതിന് പർദാദ. ഇനി അമ്മയുടെ വഴിയിലാണ് വരുന്നതിന് പർനാന. നെക്സ്റ്റ് ഗ്രേറ്റ് ഗ്രാൻഡ്മ, മുത്തശ്ശിയുടെ അമ്മയ്ക്ക് പറയുന്നതാണ്, അതായത് അച്ഛൻ്റെ വഴി വരുന്നതാണ് പർദാദി, അമ്മയുടെ വഴി പർനാനി. ഇനി നെക്സ്റ്റ് സിസ്റ്റേഴ്സ് ഹസ്ബൻഡ്, സഹോദരിയുടെ ഭർത്താവിന് പറയുന്നതാണ് ജീജ. ജീജ. നെക്സ്റ്റ് ബ്രദേഴ്സ് വൈഫിന് പറയുന്നതാണ് ഭാബി. ഭാബി. ഇനി നെക്സ്റ്റ് ബ്രദേഴ്സ് സൺ, അതായത് സഹോദരൻ്റെ മകന് പറയുന്നതാണ് ഭതീജ. ഭതീജ. ഇനി ബ്രദേഴ്സ് ഡോട്ടറിന് പറയുന്നതാണ് സഹോദരൻ്റെ മകൾ ഭതീജി. ഭതീജി. ഭതീജ. ഭതീജി. ഇനി നെക്സ്റ്റ് സിസ്റ്റേഴ്സ് സൺ, അതായത് സഹോദരിയുടെ മകന് നമ്മൾ പറയുന്നതാണ് ഭാഞ്ച. ഭാഞ്ച. ഇനി സിസ്റ്റർ ഡോട്ടേഴ്സ് ആണ്, സഹോദരിയുടെ മകൾക്ക് പറയുന്നതാണ് ഭാഞ്ചി. ഭാഞ്ചി. ഭാഞ്ച. ഭാഞ്ചി. നെക്സ്റ്റ് ഫ്രണ്ട്, അതായത് കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി. ഇത് ഹിന്ദിയിൽ പറയുന്നത് ദോസ്ത് അല്ലെങ്കിൽ സഹേലി അല്ലെങ്കിൽ യാർ. ഇതിൽ സഹേലി എന്ന് പറയുന്നത് ഗേൾസിന് മാത്രമാണ്. യാർ എന്നുള്ളത് പൊതുവായി നമ്മൾ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയിലൊക്കെ ഉപയോഗിക്കുന്നതാണ് യാർ. ഇനി നെക്സ്റ്റ് എനിമി, ശത്രു. ഇത് ഹിന്ദിയിൽ പറയുന്നത് ദുഷ്മൻ. ദുഷ്മൻ. നെക്സ്റ്റ് റിലേറ്റീവ്, ബന്ധുക്കൾ. ഇത് ഹിന്ദിയിൽ പറയുന്നത് റിഷ്തേദാർ. റിഷ്തേദാർ. നെക്സ്റ്റ് നെയ്ബർ, അയൽവാസിയാണ് നമ്മൾ പറയുന്നത്. ഇത് ഹിന്ദിയിൽ പറയുന്നത് പഡോസി. പഡോസി. ഇനി നെക്സ്റ്റ് ടീച്ചർ, അധ്യാപകന് പറയുന്നതാണ് അധ്യാപക്. അധ്യാപക്. ഇനി ഗസ്റ്റ്, അതിഥി. ഇതിന് ഹിന്ദിയിൽ പറയുന്നത് മെഹ്മാൻ. മെഹ്മാൻ. നെക്സ്റ്റ് സർ, ഹിന്ദിയിൽ പറയുന്നത് മഹോദയ്. മഹോദയ്. ഇനി നെക്സ്റ്റ് മാഡം. മാഡം എന്നുള്ളതിന് മഹോദയ. മഹോദയ. നെക്സ്റ്റ് കൊളീഗ്, സഹപ്രവർത്തകർ. ഇത് ഹിന്ദിയിൽ പറയുന്നത് സഹകർമ്മി. സഹകർമ്മി. ഇനി സ്കൂൾമേറ്റ്, സഹപാഠിക്ക് പറയുന്നതാണ് സഹപാഠി. സഹപാഠി. സോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ മുഖേന നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ബന്ധങ്ങളെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.